മോളിവുഡ് ടൈംസ് ഫ്രം ദ ഡയറക്ടർ ഓഫ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് അഭിനവ് സുന്ദർ നായക്. ഈ ഒരൊറ്റ പേരുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് ഈ സിനിമയ്ക്ക് പോയത്. കാരണം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സിനിമയായിരുന്നു. ഒരു കൈൻഡ് ഓഫ് ഡാർക്ക് ഹ്യൂമർ, ഡാർക്ക് ഷെയ്ഡ് പരിപാടി പിടിച്ചിരിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര സിനിമകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ പ്രതീക്ഷ ഒട്ടും തെറ്റിച്ചിട്ടില്ല. ഇവിടെയും ആ പാറ്റേൺ ഓഫ് നരേഷൻ തന്നെയാണ് ഡയറക്ടർ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് കംപ്ലീറ്റ്ലി സിനിമ വർക്കായിട്ടുണ്ട്. ആൻഡ് ആദ്യം തന്നെ പറയട്ടെ, ഇത് മേ ബി എല്ലാവരും ഒരു കപ്പ് ഓഫ് ടീ ആയിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇതുപോലത്തെ ഡാർക്ക് ഷെയ്ഡും ഡാർക്ക് ഹ്യൂമർ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കായിരിക്കും ഇത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ട്രെയിലർ കണ്ട പോലെ മോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ ഹൊറർ മൂവി ഡയറക്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറായിട്ട് മാറണം എന്നുള്ളൊരു ഭയങ്കര വലിയ ആഗ്രഹത്തോടെ കടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ആക്ച്വലി ഇത്. അത് നസ്ലിനാണ് ചെയ്യുന്നത്. സോ അതിന്റെ സ്ട്രഗിൾസും കാര്യങ്ങളും സിനിമയ്ക്കുള്ളിലെ സിനിമയും അതിന്റെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ തന്നെ വളരെ ബ്രൂട്ടലി ഹോണസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ പറഞ്ഞു വെക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ഒരുപാട് ചെറുപ്പക്കാര് സിനിമയിലേക്ക് കടന്നു വരണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലുള്ള ആളുകൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സിനിമ വർക്കാവും, അത് ഷുവറാണ്. അവിടെ വേറൊരു കഥ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എൻറ്റയർലി ഡിഫറെന്റ്. അതായത് സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമ എന്ന രീതിയിലാണ് ഇതിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് അഭിനവ് ഈസ് ക്രിയേറ്റിംഗ് ഹിസ് ഓൺ സിഗ്നേച്ചർ സ്റ്റൈൽ. ഹീസ് എ ബ്രില്യൻ ഡയറക്ടർ. ഈ കൈൻഡ് ഓഫ് ജോണർ ചെയ്യാൻ പുള്ളിക്ക് പറ്റൂ എന്ന ഒരു ബെഞ്ച് മാർക്ക് പുള്ളി ഈ സിനിമയിലും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അഭിനേതാക്കള് ഒരു ഗ്രൂപ്പ് ഓഫ് ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് കാണാം. നസ്ലിൻ, ഷറഫുദ്ദീൻ, രാജേഷ് മാധവൻ, ജഗദീഷ്, സംഗീത് പ്രതാപ്, ഗോപിക രമേശ്, റോഷൻ ഷാനവാസ്, ചന്തു സലീം, അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആഷിഖ് ഉസ്മാൻ, കമ്പോസർ ജെയ്ക്സ് ബിജോയ് സിനിമയ്ക്ക് വേണ്ട എന്താണോ അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രാമു സുനിലിന്റെ കൂട്ടത്തിൽ കോ റൈറ്ററായിട്ടും എഡിറ്റർ നിതീഷ് രാജിന്റെ കൂട്ടത്തിൽ കോ എഡിറ്ററായിട്ട് അഭിനവ് ഉണ്ട്. സിനിമാറ്റോഗ്രാഫർ വിശ്വജിത്താണ്. ചില ഫ്രെയിംസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന സ്കൂളിന്റെ അന്തരീക്ഷവും അതിന്റെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓവറോൾ സിനിമ നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം, നസ്ലിന്റെ ക്യാരക്ടർ നമുക്ക് ആ ഒരു ഏജ് ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. വളരെ യങ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ സിനിമയിലേക്ക് വരുമ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് അവർ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഏജ് ഗ്യാപ്പ് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം കേട്ടോ. അതർ ദാൻ ദാറ്റ് എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. സിനിമ പോയി കാണുക. സിനിമ കണ്ട അതിന്റെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. അപ്പോൾ ബൈ.